സ്ത്രീകളുടെ വസ്ത്രം അത് എപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് പുരുഷ പണ്ഡിതന്മാർക്കിടയിൽ. എന്നാൽ പുരുഷന്മാരുടെ വസ്ത്രത്തെക്കുറിച്ച് സ്ത്രീകൾ അങ്ങനെ ചർച്ചിച്ച് പുരുഷന്മാർ എന്ത് ധരിക്കണമെന്ന് വിധി കൽപ്പിക്കാറില്ല. പെണ്ണുങ്ങൾ മോഡേൺ ഡ്രസ് ഇട്ടാൽ അത് ഞങ്ങളുടെ കൺട്രോൾ കളയും, അതുകൊണ്ട് അത് പാടില്ല എന്ന് മറയില്ലാതെ പറയുന്നവരുണ്ട്. അവരെങ്ങനെ പറയുന്നതിനെ പൊള്ളത്തരം തുറന്നു കാണിക്കേണ്ട ആവശ്യം പോലുമില്ല, അത്രയും ഒബ്വിയസ് ആണ്. പിന്നെ സ്ത്രീകൾക്ക് കിട്ടേണ്ട റെസ്പെക്ട് അവരുടെ വസ്ത്രത്തിലാണ് ഇരിക്കുന്നത്. പുരുഷന്മാർ സ്ത്രീകളുടെ സംരക്ഷണം കരുതിയാണ് അവർ ആവശ്യപ്പെടുന്ന വസ്ത്രം ഇടാൻ സ്ത്രീകളോട് പറയുന്നത്. ഇങ്ങനെയൊക്കെ മെയിൽ വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു നടക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഒരു പുരുഷന്റെ നോട്ടം എന്താണെന്ന് മറ്റൊരു പുരുഷന് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു പുരുഷൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ അവൻ വ്യവസ്ഥകൾ വെക്കുന്നത്. താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ സുരക്ഷയിലെ വിട്ടുവീഴ്ച ചെയ്യാൻ അവൻ തീരെ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവൻ വ്യവസ്ഥകൾ വെക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തും ഇനി അങ്ങോട്ട് അത് നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തു തന്നെയായാലും സ്ത്രീകൾ മാന്യമായി എത്രത്തോളം നല്ല വസ്ത്രം ധരിക്കുന്നോ അത്രത്തോളം അവരെ സമൂഹം അംഗീകരിക്കും. പക്ഷേ ഇതിലെ പൊള്ളത്തരവും പുതിയ ജനറേഷനിലെ കുറെ പേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത് ഈ വിഷയത്തിൽ പെൺകുട്ടികളെ സമർത്ഥമായി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നോക്കാം. സർ, ഈ മോഡേൺ ഡ്രസ് ധരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന്റെ ഡിസൈനിൽ സ്ത്രീക്കെതിരായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ ഡ്രസ്സുകളില്ല പെൺകുട്ടികളുടെ, അതിന്റെ ഡിസൈൻ നോക്കുമ്പോൾ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആണ് എങ്ങനെയാണ് ഒരു പെണ്ണിനെ നോക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. പിന്നെ ഫെമിനിസ്റ്റുകൾ വിളിക്കുന്നത് മെയിൽ ഗേസ് എന്നാണ്. ഫിറ്റായ ഡ്രസ്സ്, സ്ത്രീകളുടെ ഏത് പാട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും ഫീമെയിൽ ഡ്രസ്സിന്റെ ഡിസൈൻ പോകുന്നത്. ഇനി നിങ്ങൾ ഒരു ആണിന്റെ ഡ്രസ്സിന് വെസ്റ്റേൺ ഫാഷനിൽ ഏത് രീതിയിലാണ് കൺസെപ്ച്വലൈസ് ചെയ്ത് നോക്കുക. ഒന്നുകിൽ കംഫർട്ട്, അതല്ലെങ്കിൽ ഒരു സീരിയസ് നേച്ചറിനെ കാണിക്കാനായിരിക്കും. ഫുൾ കൈയുള്ള ഷർട്ട്, ടൈ, കോട്ട്, ഇതിലൂടെ ഒരു ബോൾഡ് നേച്ചറിനാണ് അവർ പ്രൊജക്ട് ചെയ്യാൻ നോക്കുന്നത്. സോ ഇവിടുത്തെ പ്രശ്നം കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫാഷനെ ക്രിട്ടിക് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട് സ്ത്രീയെ ജഡ്ജ് ചെയ്യുന്നത് അവൾ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. പക്ഷെ ഒരു ആണിനെ ജഡ്ജ് ചെയ്യുന്നത് ആണിന്റെ കോൺഫിഡൻസും പേഴ്സണാലിറ്റിയും ഒക്കെ പറഞ്ഞിട്ട്. സോ ഡ്രസ്സിംഗ് ഈസ് ഓൾവേസ് എ ചോയ്സ് ബിറ്റ്വീൻ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും വാല്യൂസും കോൺഫിഡൻസും കാണിക്കണോ, അതല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഒരു ഗെയ്സിന്റെ ഒബ്ജക്റ്റ് ആയി കാണണോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 10 വർഷമായി വെസ്റ്റേൺ രാജ്യങ്ങളിൽ പഠിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. ഞാനിവിടെ വന്നതിന് ശേഷം സ്ത്രീകളുടെ കാര്യത്തിൽ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമുണ്ട്. അത് ഇവിടുത്തെ സ്ത്രീകളുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകളെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമുണ്ട് എന്നതാണ്. അതായത് പൊതുവെ ഇവർക്ക് നാട്ടിലെ സ്ത്രീകളെ അപേക്ഷിച്ച് കോൺഫിഡൻസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഞാൻ വൈഫിനോട് എന്റെ ഒബ്സർവേഷൻ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു ശരിയാണെന്ന്. അതിന് കാരണമായി അവൾ പറഞ്ഞത് നാട്ടിൽ ഇഷ്ടമുള്ള ക്ലോത്ത്സ് ഇടാൻ സ്ത്രീകൾക്ക് പറ്റാറില്ല. ഇനി ഏത് ക്ലോത്ത്സ് ഇട്ടാലും എപ്പോഴും ആരൊക്കെയോ അവരെ ചൂഴ്ന്നു നോക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുമെന്ന്. ഏത് ക്ലോത്ത്സ് ഇട്ട് പുറത്തു പോകുമ്പോഴും അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, കീറലുണ്ടോ, ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പോലും അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടുന്നുണ്ടാകുമെന്ന്. അതുകൊണ്ടൊക്കെയാണ് നാട്ടിലെ സ്ത്രീകളുടെ നടപ്പിലും ഇരിപ്പിലുമൊന്നും കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന്. സംഭവം ശരിയാണ്. വെസ്റ്റിലെ സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള ക്ലോത്ത്സ് ഇടുന്നു, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ വസ്ത്രമടക്കം എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഏതാണ്ട് പൂർണ്ണമായി കൺട്രോൾ ഉണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ക്ലോത്ത്സ് ഇടുന്നു എന്നതിലുപരി അവനവന് ഇഷ്ടമുള്ള ഏത് ക്ലോത്ത്സ് ഇട്ടാലും കോൺഫിഡൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ജനിക്കുമ്പോൾ മുതലുള്ള കണ്ടീഷനിങ്ങിന്റെ റിസൾട്ടാണ്. നമ്മുടെ നാട്ടിൽ ആ കണ്ടീഷനിങ് സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് നൽകുന്ന രീതിയിലല്ല ഉള്ളത്. എന്നാൽ വെസ്റ്റിലെ മിക്ക സ്ഥലങ്ങളിലും കാലങ്ങളായുള്ള സോഷ്യൽ റിഫോർമേഷൻ കാരണം അതിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഇദ്ദേഹം വസ്ത്രം ചോയ്സ് ആണെന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് വസ്ത്രം ചോയ്സ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക? ഉദാഹരണത്തിന്, എന്നും പുറത്തേക്ക് പോകുമ്പോൾ സാരി ഉടുക്കുന്ന ഒരു സ്ത്രീയെ സങ്കല്പിക്കുക. ആ സ്ത്രീ സ്വന്തം കരുതുന്നത് സാരി മാത്രം ഉടുക്കുന്നത് അവരുടെ ചോയ്സ് ആണ് എന്നാണ്. എന്നാൽ ഒരു ദിവസം ജോലി സ്ഥലത്ത് ഒരു ഫംഗ്ഷന് വേണ്ടി സ്ലീവ്ലെസ് ഗൗൺ ഇടാൻ എല്ലാ സ്ത്രീകളും തീരുമാനിക്കുന്നു. എന്നാൽ ഈ സ്ത്രീയുടെ ഹസ്ബൻഡും വീട്ടുകാരും അതിന് സമ്മതിക്കുന്നില്ല. അതുവരെ സാരി സ്വന്തം ചോയ്സ് ആണെന്ന് അവർ കരുതാൻ കാരണം അതല്ലാതെ വേറൊരു ക്ലോത്ത്സ് ഇടാൻ അവർ ശ്രമിച്ചില്ല എന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 60 വയസ്സിന് മുകളിലുള്ളവരൊക്കെ അവരുടെ 30കളിലായിരുന്നപ്പോൾ ചുരിദാർ ഉടുക്കാൻ പോലും ഹസ്ബൻഡും വീട്ടുകാരും ഒന്നും സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അത് ഏതാണ്ട് കംപ്ലീറ്റ് ആയി മാറിയിട്ടുണ്ട്. മോഡേൺ ക്ലോത്ത്സിന്റെ കാര്യത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ സ്വന്തം ചോയ്സ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം സ്ഥിരമിടുന്ന ക്ലോത്ത്സ് മാറ്റിയാൽ ചുറ്റിനുമുള്ളവർ എങ്ങനെ പ്രതികരിക്കും, ആ പ്രതികരണം നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ കൂടി കൺസിഡർ ചെയ്താണ്. നിങ്ങൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി ക്ലോത്ത്സ് ഇടുമ്പോൾ വീട്ടുകാർ അപ്സെറ്റ് ആവുക, ഇനി നീ ഞങ്ങളുടെ മതത്തിൽപ്പെട്ടതല്ല, കൂട്ടത്തിൽപ്പെട്ടതല്ല, അഹങ്കാരി, തന്റേടി എന്നൊക്കെ പറയുക. അത് കാരണം അവർ തീരുമാനിച്ച ക്ലോത്ത്സ് തന്നെ സ്ഥിരമായി ഇടുക. അല്ലെങ്കിൽ അതെന്റെ ചോയ്സ് അല്ല, മറിച്ച് കണ്ടീഷനിങ് കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാതെ പുരുഷ സമൂഹം കൽപ്പിച്ച ക്ലോത്ത്സ് ഇടുക. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മതപരമായി കൺസർവേറ്റീവ് ക്ലോത്ത്സ് ധരിക്കുന്ന സ്ത്രീകളെ മോഡേൺ ക്ലോത്ത്സ് ധരിക്കുന്ന സ്ത്രീകളുമായി കമ്പയർ ചെയ്താൽ ഒരു സംശയവുമില്ലാതെ പറയാം, മോഡേൺ ക്ലോത്ത്സ് ഇടുന്നവരാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്ലോത്ത്സ് ഇടുന്നവരെന്നും അത് കാരണം അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നോ. പിന്നെ പേഴ്സണലി വെസ്റ്റേൺ സ്ത്രീകൾ ധരിക്കുന്ന മിക്ക മോഡേൺ ക്ലോത്ത്സും അവരുടെ പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്, വാല്യൂസ് ഒക്കെ കാണിക്കുന്ന, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവരെ ബോൾഡ് ആയി കാണിക്കുന്ന ക്ലോത്ത്സ് ആയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം കോർപ്പറേറ്റ്സ്, സിനിമകളൊക്കെ സ്ത്രീകളെ മോഡേൺ ക്ലോത്ത്സിന്റെ കാര്യത്തിൽ സ്വാധീനിക്കുന്നില്ല എന്നല്ല. പക്ഷെ അങ്ങനെ സ്വാധീനിക്കുമ്പോഴും അവർക്ക് ഏത് ക്ലോത്ത്സ് ഇടണം ഇടരുത് എന്ന കാര്യത്തിൽ സ്വന്തം തീരുമാനമെടുക്കാം. ഒരു പ്രത്യേക ടൈപ്പ് ക്ലോത്ത്സ് ഇട്ടില്ലെങ്കിൽ ഒരു മോറൽ പോലീസും അവരെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലില്ല. അതിന്റെ പേരിൽ സ്വന്തം കുടുംബവും കമ്മ്യൂണിറ്റിയും അവരെ തള്ളിപ്പറയില്ല. ഇങ്ങനെ സട്ടിലായി വസ്ത്രത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതൊക്കെ ഇന്ന് മിക്കവർക്കും മനസ്സിലാകാറുണ്ട്. എന്നാൽ മതത്തിന്റെ ഫ്രെയിംവർക്കിൽ പെട്ടുപോയത് കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പേരുമുണ്ട്. അപ്പൊ എന്താണ് വസ്ത്രത്തിന്റെ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.